ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശാന്തം ശാശ്വതമപ്രമേയമനഘം നിർവാണശാന്തിപ്രദം ബ്രഹ്മാശംഭുഫണീന്ദ്രസേവ്യമനിശം വേദാന്തവേദ്യം വിഭും രാമാഖ്യം ജഗദീശ്വരം സുരഗുരും മായാമനുഷ്യം ഹരിം വന്ദേഹം കരുണാകരം രഘുവരം ഭൂപാലചൂഡാമണിം. ദക്ഷിണേ ലക്ഷ്മണോ യസ്യ വാമേ ജനകാത്മജ പുരതോ മാരുതിർയസ്യ തം വന്ദേ രഘുനന്ദനം. അധ്യാത്മരാമായണം നമ്മൾ അർത്ഥസഹിതം കണ്ടുകൊണ്ടിരിക്കുന്നു ആത്മജ്യോതിയിൽ ചാനലിൽ. ബാലകാന്ഡമാണ്, ശിവൻ്റെ കഥാകഥനമാണ് നമ്മൾ കാണുന്നത്. 176 വരെ കണ്ടു. നോക്കാം. പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി. പങ്ക്തികന്ധര മുഖ രാക്ഷസവീരാൽ. പങ്ക്തികന്ധരൻ എന്ന് പറഞ്ഞാൽ കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്താണ്. പങ്ക്തി കൂട്ടം. ആരാണ്? രാവണൻ തുടങ്ങിയ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി. അപ്പോൾ ഭൂമിദേവിക്ക് അധിക ഭാരം കൊണ്ട് തപ്തയായിട്ട് എന്ത് ചെയ്തു? ഗോരൂപം പൂണ്ടു. ഗോ എന്ന് പറഞ്ഞാൽ ഭൂമി, വേദം, പശു എന്നെല്ലാം അർത്ഥമുണ്ട്. ഗോരൂപം പൂണ്ട് പ്രാപിച്ചിട്ട് ദേവതാപസഗണത്തോടും, ദേവന്മാരോടും താപസഗണത്തോടും കൂടി, കൂട്ടത്തോടും കൂടി സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം. ആസനൻ എന്ന് പറഞ്ഞാൽ സരസിൽ നിന്നുണ്ടായതാണ്. സരസ്തിജമാണ് താമര. ആ താമരയെ ഇരിപ്പിടമാക്കിയവനാണ് ആര്? ബ്രഹ്മാവ്. ബ്രഹ്മാവിൻ്റെ ലോകത്തെ പ്രാപിച്ച് കരഞ്ഞ് ഏറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൾ. വിധാതാവ് ബ്രഹ്മാവ്. വിധാതാവിനോട് തൻ്റെ വേദനയെല്ലാം ഭൂമിദേവി പറഞ്ഞു. വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം, മുഹൂർത്തമാത്രം ഏകദേശം 45-48 മിനിറ്റാണ് ഒരു മുഹൂർത്തം. വിചാരിച്ചിട്ട് വേദനായകനായ നാഥനോടിവ ചെന്നു. അപ്പം വേദനായകൻ നാരായണൻ, മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിനോട് ചെന്ന് വേദനം ചെയ്യുക എന്നേ മറ്റൊരു കഴിവില്ല. വേദനം എന്ന് പറഞ്ഞാൽ നിവേദനം. അവിടെ ചെന്ന് പറയുക, എന്നേ മറ്റൊരു കഴിവില്ല. സാരസോദ്ഭവനേവം ചിന്തിച്ചു. സാരസോദ്ഭവൻ, അപ്പം സരസിൽ നിന്നുണ്ടായവൻ. പത്മനാഭനാണ് മഹാവിഷ്ണു. പത്മം നാഭിയിലുണ്ടായവൻ. അതിൽ ആ താമരയിൽ ഇരുന്ന ആളാണ്, ജനിച്ച ആളാണ് ആര്? ബ്രഹ്മാവ്. അതാണ് സാരസോദ്ഭവൻ. ഏവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം തമ്മേ കൂട്ടിക്കൊണ്ടങ്ങു പോയി. ആരൂഢഖേദം എന്ന് പറഞ്ഞാൽ, ആരൂഢം എന്ന് പറഞ്ഞാൽ ഉന്നതമായ, വർദ്ധിച്ച എന്നൊക്കെയാണ്. ആ ഖേദം ദുഃഖം. ദുഃഖത്തോടെ കൂട്ടിക്കൊണ്ടുപോയി ക്ഷീരസാഗര തീരം. ക്ഷീരം എന്ന് പറഞ്ഞാൽ പാൽ. ആ പാൽ നിറമുള്ള ആ സാഗരത്തെ പ്രാപിച്ചിട്ട് ദേവമുനിമാരോടു കൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ. ദേവന്മാരോടും മുനിമാരോടും കൂടി ഭക്തിയോടെ സ്തുതിച്ചു. എന്താണ്? ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നേടിനാൻ വഴി പോലെ. അവിടെ ചെന്നിട്ട് ആ ഭഗവാനെ ഭജിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. അന്നേരം ഒരു 10,000 ആദിത്യന്മാർ. ആദിത്യൻ സൂര്യൻ. ഒരു 10,000. ഒരു സൂര്യനെ തന്നെ നമുക്ക് നേരിടാൻ പറ്റത്തില്ല. 10,000 സൂര്യന്മാരുടെ പ്രഭ ഒന്നിച്ച് കിഴക്കുതിച്ചുയരുന്നതുപോലെ. കിഴക്ക് 10,000 സൂര്യന്മാർ ഉദിച്ചാൽ എങ്ങനെയുണ്ടാവും? പത്മസംഭവൻ തനിക്കൻ പോടു കാണായി വന്നു. ആ പത്മസംഭവന്, ബ്രഹ്മാവിന് വിശേഷപ്പെട്ട് കാണായി വന്നു. സ്നേഹത്തോട്, ആ വളരെ മനസ്സിൻ്റെ തെളിമയോടുകൂടി കാണായി വന്നു. ആരെ? പത്മലോചനനായ, ആ താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുള്ള പത്മനാഭനെ. നാഭിയിൽ പത്മമുള്ള മോദാൽ സന്തോഷത്താൽ കാണായി വന്നു. മുഗ്ധന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും. അപ്പം സിദ്ധയോഗികൾ എന്ന് പറഞ്ഞാൽ ആ സിദ്ധഗുണങ്ങൾ, അതായത് നമ്മൾക്ക് സിദ്ധികളുള്ള മുനികൾ എന്നും പറയാം, സ്വന്തം സ്വരൂപത്തെ അറിഞ്ഞവർ എന്നും പറയാം.
യോഗികളാലും യോഗി എന്ന് പറയുമ്പോൾ യോഗസ്ഥനായവൻ, യുജുധാതുവാണ്, ജീവാത്മാ പരമാത്മാ ഐക്യമുള്ളവർ യോഗി എന്ന് പറയാം. ദുർദർശമായ ഭഗവത് രൂപം മനോഹരം. അപ്പോൾ മുക്തന്മാരായിട്ടുള്ള ആ ഒരു ശുദ്ധന്മാരായിട്ടുള്ള സിദ്ധയോഗി, കാലുഷ്യമൊന്നും ഇല്ലാത്ത സിദ്ധയോഗികളാലും പോലും ദുർദർശമായ കാണാൻ സാധിക്കാത്ത ഭഗവത് രൂപത്തെ കണ്ടു. മനോഹരം ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനന പൂർണ്ണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം. അപ്പോൾ ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനന പൂർണ്ണ, അപ്പോൾ മനോഹരമായ ആനനം മുഖം ചന്ദ്രികാമന്ദസ്മിതമാണ്. ചന്ദ്രിക പോലെയുള്ള, കവികളെല്ലാം സൗന്ദര്യത്തെ, ആ ആനനത്തെ ചന്ദ്രനോട് ഉപമിക്കാറുണ്ട്. മന്ദസ്മിതം തൂകുന്ന ആ മുഖം. പൂർണ്ണചന്ദ്രമണ്ഡലം, പൂർണ്ണചന്ദ്രൻ ഉദിച്ചു വന്നാൽ എങ്ങനെയുണ്ടാവും അതുപോലെയുള്ള മുഖത്തോടു കൂടിയ പത്മനാഭനെ കണ്ടു. അരവിന്ദലോചനം, താമര പോലെ, താമരയിതൾ പോലെ കണ്ണുകളുള്ള ദേവം, ആ ദേവനെ കണ്ടു. ഇന്ദ്രനീലാഭം, അപ്പം ഇന്ദ്രനീല കല്ലുപോലെ ശോഭിക്കുന്ന ശ്യാമള കോമളനായ ഭഗവാനെ കണ്ടു. പരം ഇന്ദിരാ മനോഹര മന്ദിര വക്ഷസ്ഥലം, അവിടെ ഇന്ദിരാദേവി, ലക്ഷ്മീദേവി വസിക്കുന്ന പരം ഇന്ദിരാ മനോഹര മന്ദിര വക്ഷസ്ഥലം. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ലക്ഷ്മീദേവി വസിക്കുന്ന ആ വക്ഷസ്ഥലം, നെഞ്ച്, അവരോട് കൂടിയ വന്ദിക്കപ്പെടേണ്ടതായ ആനന്ദോദയം, ആനന്ദം ഉദിച്ചു വരുന്ന ആ ഒരു ഭഗവാനെ അവിടെ കണ്ടു. വത്സലാഞ്ജന വത്സം പാദപങ്കജ ഭക്തവത്സരം വത്സലം സമസ്തലോകോത്സവം സത്സേവിതം. അപ്പം ലക്ഷ്മീദേവിയാൽ ശോഭിക്കുന്ന ആ മാറിടത്തോടും പിന്നെ ശ്രീവത്സം എന്നുള്ള ആ മറുക് കൊണ്ട് ശോഭിക്കുന്ന മാറിടം. ശ്രീവത്സം, അവിടെ ഭൃഗു മഹർഷി അദ്ദേഹത്തെ, ദേവന്മാരെയെല്ലാം പരീക്ഷിക്കാൻ പോയി. ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും, വിഷ്ണു ഭഗവാനെയും ശിവഭഗവാനെയും പരീക്ഷിക്കാൻ പോയി. ബ്രഹ്മാവും ശിവഭഗവാനും, അതൊരു കഥയാണ്, നീട്ടുന്നില്ല, അവർ രണ്ടുപേരും ഓടിച്ചു വിട്ടു. ശരിക്കും പറഞ്ഞാൽ മഹർഷിമാരെ അറിയാൻ പോയതാണ് ആരാണ് ഏറ്റവും സാത്വിക ഗുണമുള്ളത്. അപ്പോൾ യോഗനിദ്രയിലായിരുന്നു ഭൃഗു മഹർഷി. വരുമ്പോഴത്തേക്കും മഹാവിഷ്ണു ഭഗവാൻ അറിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത്. വന്ന പാടെ ഉറക്കത്തിൽ കിടന്നത് ആ വിഷ്ണു ഭഗവാന്റെ നെഞ്ചത്തോട്ടൊരു ചവിട്ട് കൊടുത്തു. അവിടെ രക്തം കട്ട പിടിച്ചു എന്നുള്ളതാണ്. എന്നിട്ടും അദ്ദേഹം എന്താ ചെയ്തത്? ഭൃഗു മഹർഷിയുടെ കാലെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട്, അങ്ങേക്ക് പൂറ്റിക്ക് എന്തെങ്കിലും ആ കാല് വേദനിച്ചോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഏറ്റവും സദ്വഗുണമുള്ള ആൾ മഹാവിഷ്ണു തന്നെ എന്നുള്ള നിഗമനത്തിൽ എത്തുകയും ചെയ്തു. അങ്ങനെയാണ് ആ ശ്രീവത്സം. ഈ ശ്രീവത്സം എന്ന മറുകും ലക്ഷ്മി ദേവിയെയും ആ സാരൂപ്യമുക്തി കിട്ടുന്നവർക്ക് പോലും കൊടുക്കില്ല. പാദപങ്കജ ഭക്തവത്സലം. അപ്പോൾ പിന്നെ ഭക്തന്മാരുടെ ഭക്തവത്സലനാണ്. പിന്നെ സമസ്തലോകോത്സവം സത്സേവിതം. സമസ്തലോകോത്സവം, ഉത്സവം എന്ന് പറഞ്ഞാൽ ആ പറത്തുക, ഉത്സവം, സമസ്ത ലോകങ്ങളുടെയും ഉത്സവം. സത്സേവിതം, സത്തുക്കൾ സേവിക്കുന്നതും. മേരു സന്നിഭ കിരീടോദ്യത് കുണ്ടല മുക്താഹാര കേയൂരാംഗത കടക കടീസൂത്ര വലയാങ്കുലീയകാദ്യ അഖില വിഭൂഷണ കലിത കളേബരം കമലാ മനോഹരം. അപ്പോൾ മേരു സന്നിഭം, ആ മേരു എന്ന് പറയുന്ന സ്വർണ്ണപർവ്വതത്തിന് തുല്യമായിട്ട് തുല്യമായ കിരീടത്തോടും ഉദ്യത് കുണ്ടല മുക്താഹാര. അപ്പോൾ കുണ്ടലങ്ങളുണ്ട്, കാതിൽ കുണ്ടലങ്ങളുണ്ട്. മുക്താഹാരങ്ങൾ, മുത്തുമാലകളുണ്ട്. മുക്താഹാര കേയൂരം, തോൾവളകളുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഭഗവാന്റെ ചിത്രത്തിലൊക്കെ. ചിത്രത്തിൽ ഇതെല്ലാം നമ്മൾ ആ അലങ്കാരങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അംഗത കടക, അംഗതം ആ കയ്യിൽ ബാഹുവിലുള്ള വളയം. അംഗത കടക, അതും പൊൻവളയാണ്. അവിടെ എല്ലായിടത്തും വളകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. കടക കടീസൂത്ര, അരഞ്ഞാൺ, കടി പ്രദേശം നമുക്കറിയാം. കടീസൂത്ര വലയാങ്കുലീയക, വലയം വളയാണ്.
അങ്കുലീയകം മോതിരമാണ്. അങ്കുലി വിരലാണ്, വിരലിൽ ധരിക്കുന്നത്. അഖില വിഭൂഷണ കലിത കളേബരം, ആ വിഭൂഷണം എന്ന് പറഞ്ഞാൽ ആഭരണമാണ്. കലിതം വളരെ സുന്ദരമായ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ കളേബരം ശരീരം കണ്ടിട്ട് എന്താണ്, കമലാമനോഹരം, ലക്ഷ്മി ദേവി വസിക്കുന്ന ആ ശരീരം കണ്ട് കരുണാകരം, കരുണ നിറഞ്ഞ പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ, ആ ബ്രഹ്മാവ് മധുരസ്ഫുടാക്ഷരം, നല്ല മധുരമായ സ്ഫുടാക്ഷരങ്ങളാൽ സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ. പരമാനന്ദമൂർത്തി, ആനന്ദമൂർത്തിയായിരിക്കുന്നതിനെ, ആനന്ദം തന്നെ മൂർത്തി രൂപമെടുത്ത് വന്നിരിക്കുന്നവനെ ഭഗവാനെ ജയ ജയ. മോക്ഷകാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും, മോക്ഷത്തെ ആഗ്രഹിക്കുന്ന സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാത്തൊരു പാദാംബുജം, അവർക്ക് ആ ദീർഘകാല തപസ് ചെയ്താൽ പോലും കാണാൻ പറ്റാത്ത ആ ഒരു പാദ അംബുജം, താമര. നിത്യവും നമോസ്തുതേ സകല ജഗത്പദേ, അങ്ങയുടെ ആ പാദപത്മങ്ങൾ അവ യോഗികൾക്ക് പോലും കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ നിത്യവും നമസ്കരിക്കുന്നു. സകല ജഗത്തുക്കളുടെയും പതിയായിരിക്കുന്നവനെ, നടത്തുന്നവനെ. നിത്യനിർമ്മലമൂർത്തേ, എന്നും ഉള്ളവനാണ്, ആദിയും അന്ത്യമില്ലാത്ത എന്നും ഉള്ളവനാണ്. നിർമ്മലമാണ്, അഴുക്കില്ലാത്തതാണ്, കാലുഷ്യങ്ങളൊന്നുമില്ലാത്തതാണ്. നിത്യവും നമോസ്തുതേ സത്യജ്ഞാനാനന്ദാനന്ദാമൃതമദ്വയമേകം. സത്യജ്ഞാന അനന്ത ഭഗവത് സ്വരൂപമാണ് പറയുന്നത്. ഇത് നമ്മുടെ സ്വരൂപം കൂടിയാണ്. ആനന്ദ അമൃത, ആ മൃതമല്ലാത്ത സ്വരൂപമാണ്, അദ്വയമാണ്, രണ്ടില്ലാത്തതാണ്, ഏകമാണ്. നിത്യവും നമോസ്തുതേ കരുണാജലനിധേ. അപ്പോൾ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും, വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിക്കുന്ന സംഹരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. അപ്പോൾ പോറ്റി സംരക്ഷിക്കുന്ന ആളാണ്. ഇനി സ്വാധ്യായ തപോദാന യജ്ഞാദി കർമ്മങ്ങളാൽ, സ്വാധ്യായം തപസ് ഉന്നം തന്നെ ഉള്ള അധ്യയനമുണ്ട്. പിന്നെ തപസ്, ദാനം, യജ്ഞ തുടങ്ങിയ കർമ്മങ്ങളാൽ ഒന്നും തന്നെ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും. കൈവല്യം കേവലഭാവം, ഒരേ ഒരു ഭാവം, അതാണ് നമ്മുടെ സ്വരൂപം. അത് ആർക്കും അങ്ങനെ കിട്ടില്ല. ഈ തപസ്, സ്വാധ്യായം, ദാനം, യജ്ഞം തുടങ്ങിയ കർമ്മങ്ങളാൽ കിട്ടില്ല. മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവത്പാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാലാവതില്ല. അപ്പോൾ മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ, മോക്ഷം കിട്ടണമെങ്കിൽ മുകുന്ദനാണ് മോക്ഷം മുക്തിയും ദദാതീതി മുകുന്ദ. ആ മുകുന്ദൻ മുക്തിയെ കിട്ടണമെങ്കിൽ എന്ത് വേണം? അങ്ങയുടെ പാദഭക്തി കൊണ്ടല്ലാതെ വേറൊന്നിനാലും കിട്ടില്ല. നിൻ തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ദ്ം, അങ്ങയുടെ ആ പാദാംബുജം, പാദങ്ങളാകുന്ന താമര, 2 താമരകളെ അന്തികേ അടുത്ത് കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ. സത്വചിത്തന്മാരായ മാത്രം നമുക്ക് സത്വഗുണത്തോടു കൂടിയ ആ താപസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ. ഭക്ത്യാ ബുദ്ധ്യ, നല്ല ബുദ്ധി കൊണ്ട്, ഭക്തിയാൽ അങ്ങേയറ്റത്തെ ഭക്തി കൊണ്ട് നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം. അങ്ങയുടെ ആ പാദപങ്കജങ്ങളിൽ എനിക്കും ഭക്തി ഉണ്ടാവണം. ചേതസി സദാകാലം ഭക്തവത്സല പോറ്റി, എൻ്റെ ചേതസ്സിൽ, ആ മനസ്സിൽ എല്ലാ കാലത്തും അങ്ങനെ സംഭവിക്കണം. സംസാരാമയ പരിതപ്ത മാനസന്മാരാം, സംസാരം, സംസാരതീതി, സംസാരം മാറ്റമുള്ളതാണ്, അത് ആമയമാണ്, ദുഃഖകരമാണ്. അതിനാൽ പരിതപ്തന്മാരായ നമ്മളിതിലെല്ലാം പെട്ടുകിടക്കുമ്പോൾ വളരെ ദുഃഖിക്കുന്നവരാണ്. മാനസന്മാരാ, മനസ്സുകൊണ്ട് ദുഃഖിക്കുന്നവരാണ്. പുംസാം, ആ മനുഷ്യർക്ക്, പുമാന്മാർക്ക് ത്വദ്ഭക്തി ഒഴിഞ്ഞില്ല ഭേഷജമേതും, ഭേഷജം മരുന്ന്, അങ്ങയുടെ ഭക്തി ഒഴിഞ്ഞ് വേറൊരു ഭേഷജമില്ല. മരണമോർത്തു മമ മനസ്സി പരിതാപം. അപ്പോൾ ആ മരണകാലത്ത് അങ്ങയുടെ പാദപങ്കജങ്ങൾ ഓർക്കാനുള്ള വരം തരണം. കരുണാമൃതനിധിയെ, അങ്ങ് കരുണയുടെ നിധിയാണ്. പെരുകി വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജ സ്മരണമുണ്ടാവാനായി. തരിക വരം നാഥ കരുണാകര പോറ്റി. മരണസമയത്ത് ആ അങ്ങയുടെ
ആ സരസിജം ആയിട്ടുള്ള ആ താമരയിൽ ഇരിക്കുന്ന ആ പാദങ്ങളുടെ സ്മരണ ഉണ്ടാവാനായിട്ടുള്ള വരം തരണേ കരുണാകര പോറ്റി. ശരണം ദേവ, ഞങ്ങൾ ശരണം പ്രാപിക്കുകയാണ്. രമാരമണ ധരാപതേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ. പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ. പരചിന്മയ പരാപര പത്മാക്ഷ ജയ. ഏറ്റവും പരനായിരിക്കുന്നവനാണ്. ചിത്ത് തന്നെ ചിത്മയനാണ്, ചിതാകാശമാണ്, ആ ചൈതന്യ സ്വരൂപനാണ്. വരത്തെ നൽകുന്നവനാണ്, നാരായണനാണ്. അപ്പം വൈകുണ്ഠവാസിയാണ് ഭഗവാൻ. കുണ്ഠതകളില്ലാത്ത വിഗതഹ കുണ്ഠ, അവിടെ കുണ്ഠതകളൊന്നുമില്ല. കുണ്ഠതകളില്ലാത്ത ലോകമായ വൈകുണ്ഠത്തിലിരിക്കുന്നവനെ ജയ ജയ. ചതുരാനനി ഇതി സ്തുതി ചെയ്തോരു നേരം. ചതുരാനനൻ, 4 ആനനം മുഖമുള്ളവൻ. ഈ സ്തുതി ചെയ്ത നേരം മധുരതരം അതിവിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ. എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനെ ഇവിടെ കുഴറ്റോടെ വരുവാൻ മൂലമതു ചൊല്ലുകെന്നതു കേട്ടു സരസീരുഹ ഭവനീ വണ്ണമുണർത്തിച്ചു. അപ്പോൾ അങ്ങനെ ബ്രഹ്മാവ് സ്തുതിച്ചപ്പോൾ മധുരതരം, ഏറ്റവും മധുരതരം അതിവിശദസ്മിതപൂർവ്വം, അതിവിശദമായ പുഞ്ചിരിയോടുകൂടി നാഥൻ അരുളി ചെയ്തു. എന്താണ് ഇപ്പോൾ എല്ലാവരും കൂടെ എന്നെ കാണുവാൻ ഇവിടേക്ക് ഇങ്ങനെ വന്നത്? ഉഴറ്റോടെ, ആ പരിഭ്രമത്തോടെ എല്ലാവരും കൂടെ എന്തിനാണ് വരുവാൻ മൂലം, കാരണം എന്താണ് എന്നതു കേട്ട് സരസീരുഹ ഭവൻ ബ്രഹ്മാവ് ഈ വണ്ണം പറഞ്ഞു. നിന്നു തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു. അപ്പം അങ്ങയുടെ മനസ്സിൽ തിരുവുള്ളത്തിൽ തെളിയാത്ത എന്ത് വസ്തുവാണ് ഈ ലോകത്തിലുള്ളത്? എങ്കിലും അങ്ങേക്ക് ഇതെല്ലാം മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ഉണർത്തിക്കാം 3 ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതി കാലം നാഥ. എങ്കിലും പറയാം, 3 ലോകങ്ങളിലും ഇക്കാലത്ത് സങ്കടം നിറഞ്ഞിരിക്കുകയാണ്, അങ്ങ് കനിയണം എന്ന് പറയുകയാണ്. ഹരി ഓം.